ആരുടെയൊക്കെയോ വീട്ടിലെ വഴക്കുകൾ, പ്രശ്നങ്ങളുണ്ട്. വർഷാവസാനം അത് ഉപേക്ഷിക്കാം. ആരുടെയൊക്കെയോ വീടുകളിൽ അസ്വസ്ഥതകളുണ്ട്. ആത്മഹത്യയെക്കുറിച്ച് ചിന്തിച്ച വ്യക്തി ഇവിടെ ഇരിപ്പുണ്ട്. ഇനി ജീവിക്കണ്ട എന്ന് തീരുമാനിച്ച ആരും ഇവിടെ ഇരിപ്പുണ്ട്. നീ ജീവിക്കണം, നീ ജീവിക്കണം. എൻ്റെ പ്രിയപ്പെട്ട ദൈവമക്കളെ, ഒരു ദുഃഖവള്ളി നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടെങ്കിൽ യേശുനാമത്തിൽ ഞാൻ പ്രവചിച്ച് പറയാ, ഒരു ഈസ്റ്റർ വരുന്നുണ്ട്, ഒരു ആനന്ദത്തിന്റെ, ഉയർപ്പിന്റെ, സന്തോഷത്തിന്റെ. ഒരു കൂരിരുട്ടുള്ള രാത്രി നിങ്ങളുടെ ജീവിതത്തിൽ ഇപ്പൊ അനുഭവപ്പെടുന്നുണ്ടെങ്കിൽ സണ്ണി നിങ്ങളോട് പ്രവചിക്കുക, ഇതാ ഒരു പ്രകാശമയമായ ഒരു പകല് വരുന്നുണ്ട് നിന്റെ ജീവിതത്തില്. ഞാൻ ഒറ്റ വാക്കില് പറയാ, നിങ്ങൾ നന്നാവും, നിങ്ങളുടെ കുടുംബം അനുഗ്രഹിക്കപ്പെടും, നിങ്ങളുടെ മക്കളെ നല്ലവരാകും. ആറ്റുതീരത്ത് നട്ട വൃക്ഷം പോലെ പടർന്ന് പന്തലിക്കും അവര്. നിന്റെ കണ്ണുനീര് മാറും, നിന്റെ വേദനകൾ തീരുന്ന്, നിന്റെ ആ ദുഃഖത്തിന്റെ അടിമത്തം വിട്ടുപോകും. നിന്റെ കണ്ണുകളിൽ നിന്ന്, നിന്റെ മിഴികളിൽ നിന്ന് കണ്ണുനീർ ഞാൻ എടുത്തു മാറ്റും എന്ന് വെളിപാട് പുസ്തകത്തിൽ ദൈവം പറഞ്ഞിട്ടുണ്ട്. കർത്താവ് എടുത്തു മാറ്റും. ഒരു ദുശ്ശീലം ഭർത്താവിന്റെ ഉപേക്ഷിക്കുക മൂലം ആ കുടുംബം രക്ഷപ്പെടുമെങ്കിൽ ഈ വർഷാവസാനം അതങ്ങോട്ട് ഉപേക്ഷിക്കേ. ഒരു ദുശ്ശീലം ഉപേക്ഷിക്കാനായിട്ട് ഒരു ഭാര്യയ്ക്ക് സാധിക്കുമെങ്കിൽ ആ ദുശ്ശീലം മൂലമാണ് അവളുടെ കുടുംബം തകർന്നിരിക്കുന്നതെങ്കിൽ ആ ദുശ്ശീലം ഉപേക്ഷിക്കലിലൂടെ, ആ അശുദ്ധമായ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് ഉപേക്ഷിക്കലിലൂടെ ആ കുടുംബം രക്ഷപ്പെടുമെങ്കിൽ ഈ വർഷാവസാനം അതങ്ങോട്ട് ഉപേക്ഷിക്കുക. നിന്റെ വാക്ക് മൂലം, നിന്റെ നാവ് മൂലം, നിന്റെ ആ എളിമയില്ലായ്മ മൂലം ഒരു കുടുംബത്തിൽ അസ്വസ്ഥതയുണ്ടെങ്കിൽ ഈ വർഷാവസാനം മുതൽ നമുക്കൊന്ന് മൗനമാകാന്നേ. ഒരു മദ്യപാനമാണ് നിന്റെ കുടുംബത്തെ തകർത്തതെങ്കിൽ സഹോദര, ആ മദ്യപാനം നിന്റെ മക്കളെ പ്രതി, ഭാര്യയെ പ്രതി അങ്ങോട്ട് ഉപേക്ഷിച്ച് കളയുമ്പോൾ നിന്റെ കുടുംബത്തിൽ ഇന്ന് തന്നെ ദൈവത്തിൻ്റെ ഒരു കാൽവെപ്പുണ്ടാകും. ഇന്ന് തന്നെ തമ്പുരാൻ്റെ ഒരു അനുഗ്രഹം നിന്റെ വീട്ടിലേക്ക് വരും. ദൈവം നിന്നെ അനുഗ്രഹിക്കും. നീ ആദ്യം വിവാഹത്തിൽ ഏർപ്പെട്ട ആ വ്യക്തിയുമായിട്ട് ജീവന്റെ പുസ്തകത്തിൽ ദൈവം എഴുതി വച്ചിട്ടുണ്ടെന്ന് ഓർക്കണം. അത് നീ മാറ്റിക്കളയരുത്. അതുപോലെ എത്രയോ കുടുംബങ്ങള്, എത്രയോ ദമ്പതികൾ, ഭാര്യയും ഭർത്താവും ഭിന്നിച്ചു നിൽക്കുക. അവരവരുടെ കാര്യം നേടി, അവരവരുടെ സുഖസൗകര്യത്തിന് സ്വീകരിക്കാൻ പറ്റാത്ത അവസ്ഥ ഞങ്ങൾ മാറിപ്പോയി. പക്ഷേ ആ കുട്ടികൾക്ക് അപ്പൻ നഷ്ടപ്പെടുന്നു, അമ്മ നഷ്ടപ്പെടുന്നു. അപ്പനുണ്ടായിട്ടും അപ്പനില്ലാത്ത കുഞ്ഞുങ്ങളെപ്പോലെ, അച്ഛനുണ്ടായിട്ടും അച്ഛനില്ലാത്ത കുഞ്ഞുങ്ങളെപ്പോലെ, അമ്മയുണ്ടായിട്ടും അമ്മയില്ലാത്ത കുഞ്ഞുങ്ങളെപ്പോലെ ആ പാവങ്ങള്, ആ കുഞ്ഞുങ്ങള് ഇങ്ങനെ ജീവിക്കുമ്പോൾ എൻ്റെ പ്രിയപ്പെട്ട ദൈവമക്കളെ, അത് വലിയൊരു സങ്കടത്തിൻ്റെ കാര്യമല്ലേ. അപ്പൻ മരിച്ചു പോയെങ്കിൽ അത് വേറെ കാര്യം, അമ്മ മരിച്ചെങ്കിൽ അത് വേറെ കാര്യം. പ്രിയപ്പെട്ടവരെ, അവർ ജീവിച്ചിരിക്കുന്നു. പക്ഷെ അമ്മയുടെ അപ്പൻ്റെയും വഴക്ക് മൂലം, അമ്മയുടെ അപ്പൻ്റെയും അസ്വസ്ഥത മൂലം, അമ്മയുടെ അപ്പൻ്റെയും അശുദ്ധി മൂലം, അമ്മയുടെ അപ്പൻ്റെയും ആ ഈഗോ മൂലം എൻ്റെ പ്രിയ മക്കളെ അവർ വേർപെടുമ്പോൾ ആ അപ്പൻ്റെയും അമ്മയുടെയും കൂടെ വളരേണ്ട കുഞ്ഞ് ഒറ്റയ്ക്ക് വളരല്ലേ പ്രിയപ്പെട്ടവർ. അത് വലിയ സങ്കടത്തിൻ്റെ കാര്യമാണ്. കുഞ്ഞുങ്ങൾക്ക് കിട്ടേണ്ട ആ സ്നേഹം, ആ പിതൃസ്നേഹം, ആ മാതൃസ്നേഹം ലഭിക്കുന്നില്ലെങ്കിൽ പ്രിയജനമേ, അവരുടെ ഉള്ളിൽ വലിയൊരു നോവ്, ഒരു വേദന ഉടലെടുക്കുക. കിട്ടേണ്ട സ്നേഹം കിട്ടേണ്ട സമയത്ത് കിട്ടാതിരിക്കുന്ന കുട്ടികളല്ലേ അസ്വസ്ഥതയിലേക്കും അശുദ്ധിയിലേക്കൊക്കെ നീങ്ങിപ്പോകുന്ന ഒത്തിരി പേര്. എല്ലാവരും അങ്ങനെയാണെന്ന് ഞാൻ അർത്ഥമാക്കില്ല. ചില കുട്ടികൾ അങ്ങനെയാണ്. കിട്ടേണ്ടത് കിട്ടേണ്ട സമയത്ത് കിട്ടേണ്ടവരിലൂടെ കിട്ടണം. കിട്ടേണ്ടത് ദൈവസ്നേഹം, കിട്ടേണ്ട സമയം ആ ബാല്യകാലം, കിട്ടേണ്ട വ്യക്തികൾ, ജന്മം നൽകിയ അപ്പനും അമ്മയും അവരിലൂടെ ലഭിക്കണം പ്രിയജനമേ. അത് ലഭിക്കാതെ ജീവിക്കുന്ന കുഞ്ഞ് എന്നും മുറിവേറ്റ് വേദനിച്ച് നടക്കുക. അതുകൊണ്ട് ഈ ശുശ്രൂഷയിൽ പങ്കുകൊള്ളുന്ന ദൈവമക്കളെ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, എന്തെങ്കിലുമൊക്കെ വിട്ടുവീഴ്ച ചെയ്യാൻ പറ്റുന്നതാണെങ്കിൽ വിട്ടുവീഴ്ച ചെയ്യേ. രമ്യപ്പെടാൻ സാധിക്കുന്നതാണെങ്കിൽ രമ്യപ്പെട്. പ്രിയപ്പെട്ട ദൈവമക്കളെ, ജീവൻ ഇങ്ങനെ അസ്തമിച്ചു കൊണ്ടിരിക്കുക അനേകരുടെ. ഒരു ഭാര്യയുടെയും ഭർത്താവിൻ്റെയും ജീവിതത്തിൽ അവന് ദൈവം കൊടുത്ത ഒരു നിധിയാണ് ഭർത്താവ് ഭാര്യ. ബലഹീനതകളുണ്ട് കേട്ടോ, കുറ്റങ്ങളും കുറവുകളും ഉണ്ട്. അതില്ലെന്നൊന്നും ഞാൻ പറയുന്നില്ല. എൻ്റെ ജീവിതത്തിലില്ലേ കുറവുകളും കുറ്റങ്ങളൊക്കെ? എവിടെയാ കുറവും കുറ്റമില്ലാത്ത? എവിടെയാ ബലഹീനതകളില്ലാത്ത? എന്നാലൊരു ഭർത്താവിനോട് സംസാരിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു,
എൻ്റെ ഭാര്യ വേറൊരുത്തരുമായിട്ട് ചാറ്റ് ചെയ്യുന്നത് ഞാൻ കണ്ടു, അതുകൊണ്ട് ഞാൻ അവൾ ഉപേക്ഷിച്ചു. ഞാൻ അദ്ദേഹത്തോട് ഒരു ചോദ്യം ചോദിച്ചു. ഇദ്ദേഹം ഭാര്യ ഇരിക്കെ തന്നെ, ഭാര്യ ഉണ്ടായിരുന്ന ആ കാലഘട്ടത്തിൽ തന്നെ വേറൊരുവളുമായിട്ട് ചീത്തയായിട്ട് ചാറ്റ് ചെയ്തിട്ടില്ലേ, അശുദ്ധിയിലേക്ക് പോയിട്ടില്ലേ? സത്യം പറഞ്ഞ് എൻ്റെ തെറ്റൊക്കെ വന്നിട്ടുണ്ട്, എൻ്റെ പറ്റിയിട്ടുണ്ട്. എങ്കിൽ അതുപോലെ ഒരു തെറ്റ് അവളിൽ നിന്ന് വന്നു എന്ന് കരുതി അങ്ങ് സ്വീകരിക്കാമായിരുന്നു എന്ന് ഞാൻ പറഞ്ഞപ്പോഴാണ് ബോധ്യമായത് അദ്ദേഹത്തിന്. എനിക്കിപ്പോൾ ഒന്നിക്കാൻ ആഗ്രഹമുണ്ട്. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന വിവാഹമോചനം നേടിയിരിക്കുന്ന എൻ്റെ സഹോദരിമാര്, സഹോദരന്മാര്, കഴിയുമെങ്കിൽ നിന്റെ ജീവിത പങ്കാളിയായിരുന്ന വ്യക്തി കല്യാണം കഴിച്ചിട്ടില്ല, വേറെ ഇപ്പോഴും ഒറ്റയ്ക്കാണെങ്കിൽ നീ ഒന്ന് തേടിപ്പോണം, ഒന്ന് കോള് വിളിക്കണം, നീ ഒരു മെസ്സേജ് കൊടുക്കണം, പറ്റുമെങ്കിൽ വീണ്ടും ഒന്നിക്കണം. അത്ര നല്ലതായിട്ട് നിനക്ക് വേറെ ഒന്നും കിട്ടുന്നില്ല. തമ്പുരാൻ യോജിപ്പിച്ചത് മക്കള്. നമുക്കൊന്ന് സ്തുതിക്കാം, രണ്ട് കരമുയർത്തി. വിവാഹമോചനം നേടിക്കഴിയുന്ന ദൈവമക്കള്, വിവാഹമോചനത്തിന് വേണ്ടി കേസ് കൊടുത്തിരിക്കുന്നവര്, അതുപോലെ ഭിന്നിച്ച് കഴിയുന്ന ഭാര്യ ഭർത്താക്കന്മാര്, അപ്പനും അമ്മയും വേർപെട്ടതിന്റെ പേരിൽ ദുഃഖം അനുഭവിക്കുന്ന കുഞ്ഞുങ്ങള്, സങ്കടത്തോടെ ജീവിക്കുന്ന പൊന്നുമക്കള്, അപ്പന്റെ സ്നേഹം അമ്മയുടെ സ്നേഹം ലഭിച്ചില്ലല്ലോ എന്നോർത്ത് നിരാശപ്പെട്ട് തന്നിലേക്ക് തന്നെ ഉൾവലിഞ്ഞ് ജീവിക്കുന്ന അനേകം മക്കള്, യുവതി യുവാക്കള്, ബാല്യ കുഞ്ഞുങ്ങള്, എല്ലാവരെയും ഓർക്കാം. നമ്മുടെ ചിന്തയിലുള്ളവർ, നമ്മുടെ കുടുംബത്തില് നമ്മുടെ മക്കളോ മരുമക്കളോ ഒക്കെ ഇതുപോലെ ഭിന്നതയുടെ ആത്മാവ് അവരെ പിടികൂടിയിട്ടുണ്ടെങ്കിൽ ആ ദുരാത്മാവ് ഈ വർഷാവസാനം യേശു നാമത്തിൽ വിട്ടുപോകട്ടെ എന്ന് കൽപ്പിച്ച് പ്രാർത്ഥിക്കാം. എല്ലാവരും ഇരുകരങ്ങളും ഉയർത്തി സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ ആരാധന, ആരാധന, ആരാധന. അപ്പൊ ഞാനിങ്ങനെ ഒരു വീഡിയോ ചെയ്തു. വിവാഹമോചനം കഴിഞ്ഞിട്ടും ഒന്നിക്കാൻ ആഗ്രഹിക്കുന്ന അനേകം ദമ്പതികൾ ഉണ്ട് ഇന്ന് കേരളത്തിൽ എന്ന് പറഞ്ഞ് അതിനെക്കുറിച്ച് വ്യാഖ്യാനിച്ച് ഞാനൊരു വീഡിയോ ഇട്ടു യൂട്യൂബില്. ഞാൻ ഈശോയുടെ നാമത്തിൽ പറയാ, ആ യൂട്യൂബ് വീഡിയോ ഇട്ടതിന് ശേഷം അനേകര് കണ്ടു. ഫേസ്ബുക്കിലും യൂട്യൂബിലൊക്കെ ആയിട്ട് സണ്ണി കാട്ടൂക്കാരൻ എന്ന ചാനലില്. എൻ്റെ പ്രിയജനമേ, ഞാൻ നിങ്ങളോട് പറയട്ടെ, എന്നെ എന്തോരം ഫോൺ കോളുകളാണ് എനിക്ക് വന്ന്. സത്യമായിട്ട് ഞാൻ പറയാം, എന്തുമാത്രം ഫോൺ കോളുകളാ. അത് പല ജാതിയിലുള്ളവര്, നാനാജാതി മതസ്ഥരായിട്ടുള്ളവര്, ക്രിസ്ത്യാനികൾ തന്നെയല്ല. എൻ്റെ സണ്ണിച്ചേട്ടാ, എനിക്കിപ്പോഴും അവളെ ജീവനാ, അവളില്ലാതെ എനിക്ക് ജീവിക്കാൻ പറ്റില്ല. ഒരു ഈഗോയുടെ പേരില് ഒരു ചെറിയ വഴക്കുണ്ടായി, ഞാൻ അവളെ വഴക്ക് പറഞ്ഞു, ശരിയാ, എൻ്റെ തെറ്റ്, പക്ഷെ ഒന്നിപ്പിക്കോ. ഞാൻ പറഞ്ഞു, മോനെ എത്ര കൊല്ലായി വിവാഹമോചനം നേടിയിട്ട്? 7 വർഷമായി. 7 കൊല്ലമായിട്ട് ഭാര്യ വിളിക്കുന്നില്ല. 7 കൊല്ലമായിട്ട് ഇവൻ വിളിച്ചുകൊണ്ടിരിക്കുക, പക്ഷെ ബ്ലോക്ക് ചെയ്തിരിക്കുക. ഇടയ്ക്കിടയ്ക്ക് ഇവൻ ബ്ലോക്ക് മാറ്റുമെന്ന് പ്രത്യാശിച്ച് വിളിക്കും. 7 വർഷമായിട്ട് അവൾ എന്നെ ബ്ലോക്ക് ചെയ്തിരിക്കുക. എന്നിട്ടും ആ പാവത്തിന്റെ പ്രത്യാശ നശിക്കാതെ അതിങ്ങനെ വിളിച്ചുകൊണ്ടിരിക്കുക. പ്രിയപ്പെട്ടവർ, ഇടയ്ക്കിടയ്ക്ക് എന്തെങ്കിലും അവള് ബ്ലോക്ക് മാറ്റുമെന്നും പറഞ്ഞിട്ട്. അവൾ അറിയുന്നുണ്ടോ ഈ സത്യം? പ്രിയപ്പെട്ടവര്, അവൾ അറിയുന്നുണ്ടോ പ്രിയജനമേ ഈ പാവത്തിന്റെ മനോനില? എന്റെ മുമ്പിൽ വെച്ചൊരു കൊച്ചുകുട്ടിയെ പോലെ കരയാ. ആ ഭാര്യ എങ്ങാനും ഈ വീഡിയോ എന്തെങ്കിലും കണ്ടിരുന്നെങ്കിൽ, അവൾ തിരിച്ചു വന്നിരുന്നെങ്കിൽ. അദ്ദേഹം പറയാ, ഞാൻ ഇനി ഒന്നും അവളെ പറഞ്ഞ് വേദനിപ്പിക്കില്ല, ഒരു വാക്ക് പോലും ഞാൻ പറയില്ല. ഞാൻ സണ്ണിച്ചേട്ടനോട് വാക്ക് തരിക, ഞാൻ ദൈവത്തിന് മുമ്പിൽ വാക്ക് തരിക, ഞാൻ അവളെ ഇനി വേദനിപ്പിക്കില്ല. എനിക്ക് എൻ്റെ ഭാര്യനെ ഒന്നിപ്പിച്ചു തരുമോ, ഇടപെടുമോ? ഞാൻ പറഞ്ഞു, മോനെ നിന്നെ ബ്ലോക്ക് ചെയ്തിരിക്കില്ല അവള്. എന്തായാലും ഈ 2 ദിവസം പ്രാർത്ഥിക്കുക, ഞാനും പ്രാർത്ഥിക്കാം, എന്നിട്ട് നമുക്ക് വിളിച്ചു നോക്കാം. കരയായുള്ള പ്രിയപ്പെട്ടവര്, ചില ഭാര്യമാരെന്നെ വിളിച്ചു ഈ ദിവസങ്ങളിൽ. ഞാൻ വളരെ വേദനയോടെ പറയാം കേട്ടോ, സങ്കടത്തോടെ പറയാം. ഒത്തിരി ഭാര്യമാർ വിളിച്ചു ആ വീഡിയോ കണ്ടിട്ട്, ഞങ്ങളൊന്ന് ഒന്നിപ്പിച്ചു തരൂ, എൻ്റെ ചേട്ടനെ എനിക്ക് ജീവനാ. പിരിയാൻ നേരത്ത് ഇതൊന്നും ചിന്തിച്ചില്ല. പിരിയാൻ നേരത്ത് ഇങ്ങനെയുള്ള മാനസികാവസ്ഥയൊന്നും ആലോചിച്ച പോലുമില്ല. അതുകൊണ്ട് ഒന്ന് യോജിപ്പിച്ചതായോ? എങ്ങനെയെങ്കിലും ഞാൻ എന്താ ചെയ്യാ പ്രിയമക്കളെ? സങ്കടം വരും പാവങ്ങള്. മക്കൾ എത്ര കൊലകൊമ്പന്മാരായിക്കോട്ടെ എന്ന്. ഒരു വിവാഹമോചനം നേടിയ പെണ്ണ്, അവൾ എന്നും ദുഃഖിതയാണ്. മരിച്ചു പോയെങ്കിൽ അത് വേറെ കാര്യം.
അങ്ങനെ സമാധാനിക്കാം. ആള് മരിച്ചു, വിധി ദൈവത്തിന്റെ ഹിതം. പക്ഷെ ഭാര്യയും ഭർത്താവും അങ്ങോട്ടും ഇങ്ങോട്ടും മറക്കിട്ടിട്ട് പിരിഞ്ഞു നിൽക്കുകയാണെങ്കിൽ അത് മനസ്സിന് വല്ലാത്ത നൊമ്പര, പ്രിയ മക്കളെ. ചിലപ്പോൾ നിന്റെ മക്കളൊക്കെ ഉന്നതരാകാം, നിന്നെ പൊന്നുപോലെ നോക്കുന്നുണ്ടാകാം. പക്ഷെ നിനക്ക് ദൈവം തന്ന നിധി നഷ്ടപ്പെടുമ്പോ നിന്റെ ഉള്ളു മുറിവേൽക്കും, നിന്റെ മനസ്സ് മുറിവേൽക്കും. അത് പിന്നീടാ നിനക്ക് മനസ്സിലാവുള്ളൂ, ഇപ്പൊ മനസ്സിലാവില്ല. അതുകൊണ്ട് സ്നേഹ ബഹുമാന ജനമേ, ഇന്ന് ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്ന ദൈവമക്കളെ, ആരെങ്കിലുമൊക്കെ ഏതെങ്കിലും കാരണത്തിൽ വിവാഹമോചനം നേടിയിരിക്കുകയോ വിവാഹമോചനത്തിന്റെ വക്കിലെത്തി നിൽക്കുകയൊക്കെ ആണെങ്കിൽ ദൈവത്തെ ഓർത്ത്, ചേച്ചിമാരെ, ചേട്ടന്മാരെ, എൻ്റെ സഹോദരന്മാരെ ഞാൻ പറയാ, ദൈവത്തെ ഓർത്ത് പിരിയരുത്. നിങ്ങൾ വീണ്ടും ഒന്നിക്കണം. അഥവാ കുറച്ച് നാളുകളും കൊല്ലങ്ങളുമായി വിവാഹമോചനം നേടിയിട്ടെങ്കിൽ പ്രിയപ്പെട്ട ദൈവമക്കൾ, ഇപ്പൊ അവരുടെ മനസ്സ് കുരുങ്ങി കാണും. വിവാഹം കഴിഞ്ഞിട്ടില്ലെങ്കിൽ, നിന്റെ ഉപേക്ഷിച്ച പങ്കാളിയുടെ വിവാഹം വീണ്ടും നടന്നിട്ടില്ലെങ്കിൽ നീ വീണ്ടും ഒന്നിച്ചാൽ അത് ദൈവത്തിന്റെ തിരുമുമ്പാകെ വലിയ അനുഗ്രഹമായിട്ട് മാറും.